1976 ഏപ്രിൽ 19 പുലർച്ചെ ദില്ലിയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തുർക്ക്മാൻ ഗേറ്റ് എന്ന ചേരിയിലെ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ ഗലികളിൽ പൊടുന്നനെ ബുൾഡോസറുകളുടെ അലർച്ചയും പോലീസ് വാഹനങ്ങളുടെ സൈറൻ വിളികളും മുഴങ്ങി. അവിടുത്തെ ചെറ്റപ്പുരകളിൽ പാർത്തിരുന്ന പാവപ്പെട്ടവർ ഞെട്ടിയുണർന്ന് പരക്കം പാഞ്ഞു. ആ പ്രദേശം ഒന്നടങ്കം കോഡൺ ചെയ്തുകൊണ്ടുള്ള പോലീസിന്റെ കുടിയൊഴിക്കൽ ആക്ഷനാണ് അവിടെ പുരോഗമിക്കുന്നത്. അതാരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ പ്രദേശമെങ്ങും പൊടിയും പുകയും കൊണ്ട് നിറഞ്ഞു. ഇതൊന്നും വകവയ്ക്കാതെ പോലീസിന്റെ രാത്രിയും തോക്കിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തുർക്ക്മാൻ ഗേറ്റിലെ ആബാലവൃദ്ധം ജനങ്ങളും അവരവരുടെ കിടപ്പാടവും കെട്ടിപ്പിടിച്ചു കിടന്ന് ആർത്തു വിളിക്കുകയാണ്. ചേരി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഉപജീവനോപാധികളും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ്. ആ അലമുറകൾ പതിയെ ഏങ്ങലടികളാകുന്നു. ഏങ്ങലടികൾ ഗദ്ഗതങ്ങൾക്ക് വഴിമാറുന്നു. ഗദ്ഗതങ്ങൾ ഒടുവിൽ നിശ്വാസങ്ങളായി ഒടുങ്ങുന്നു. അന്ന് തുർക്ക്മാൻ ഗേറ്റിൽ മുഴങ്ങിക്കേട്ട നിലവിളികളും അലർച്ചകളും നിശ്വാസങ്ങളും ഒരൊറ്റ പേരിൽ വകയിരുത്തപ്പെട്ടു: ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ്. ഇന്ദ്രപ്രസ്ഥം മോടി പിടിപ്പിക്കുന്നതിൻ്റെ പാർശ്വഫലം. തലസ്ഥാന നഗരിയിലെ കീടങ്ങളെ അങ്ങനെ പാതാള ലോകത്തേക്ക് തൂത്തുവാരി കളയുന്ന ആ പരിപാടി പൂർത്തിയാകുന്നതിനിടയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടവർ 6 പേരെന്ന് ദില്ലി പോലീസ്. പോലീസ് ആക്ഷനിൽ ജീവൻ നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ 150-ലധികം പേർക്ക് എന്ന് പിന്നീട് സ്വതന്ത്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾ. ഈ ഭംഗികൂട്ടലിന്റെ പേരിൽ അന്ന് ദില്ലി നഗരത്തിന്റെ അരികുകളിലേക്ക് പറിച്ചെറിയപ്പെട്ടത് പാവങ്ങളിൽ പാവങ്ങളായ ആയിരക്കണക്കിന് പേർ. തുർക്ക്മാൻ ഗേറ്റിൽ അന്ന് നടന്നത് കേവലം യാദൃച്ഛികമായ ഒരു സംഭവമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു അശ്രദ്ധയോ ആയിരുന്നില്ല. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന. അതുമാത്രമായിരുന്നു അന്നവിടെ അരങ്ങേറിയത്. തുർക്ക്മാൻ ഗേറ്റ് നിവാസികളെ ആ ഗതികേടിലേക്ക് തള്ളിവിട്ട അവരുടെ എതിരാളി പക്ഷേ ഈ കുടിയൊഴിപ്പിക്കൽ നടക്കുമ്പോൾ ആ പ്രദേശത്ത് എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ലൂട്ടൻസ് ദില്ലിയിലെ ഏറ്റവും പോഷായിട്ടുള്ള ഒരു ബംഗ്ലാവിൽ എയർ കണ്ടീഷനുകൾ പകർന്ന തണുപ്പിൽ സുഖസുഷുപ്തിയിലായിരുന്നു. ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ തണലും എന്തിനും പോന്നൊരു അനുയായി വൃന്ദവും സദാ അയാൾക്ക് ചുറ്റിനും ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറം ഇളയ മകനോടുള്ള സ്നേഹം ഏക ദൗർബല്യമായിരുന്ന 5 വയസ്സിൽ എന്ന പോലെ ആ 28-ാം വയസ്സിലും അവൻ്റെ ആഗ്രഹങ്ങളൊക്കെയും നിവർത്തിച്ചു കൊടുത്തിരുന്ന സ്വന്തം അമ്മയുടെ, ലോകം ഉരുക്കുവനിത എന്ന് വിളിച്ചിരുന്ന പ്രധാനമന്ത്രി സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ സംരക്ഷണവും അയാൾക്ക് സദാ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് ജനിച്ച മുടിയനായ പുത്രൻ, ദ പ്രോഡിഗൽ സൺ, അതായിരുന്നു അയാൾ. അമ്മയുടെ കാലശേഷം ദില്ലിയിലെ സിംഹാസനത്തിൽ അമർന്നിരുന്നു ഭരിക്കേണ്ടയാളെന്ന് സകലരും ഒരേ സ്വരത്തിൽ മന്ത്രിച്ച, അധികാരത്തിൻ്റെ വീഞ്ഞ് ആവോളം മുത്തിക്കുടിച്ച് അതിൻ്റെ മത്തിൽ വിരാജിച്ചിരുന്ന ആ സർവശക്തനായ യുവാവിൻ്റെ പേര് സഞ്ജയ് ഗാന്ധി എന്നായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ചിട്ടില്ലാത്ത, ഈ രാജ്യത്തെ ഒരു പൗരനോടും ഉത്തരവാദിത്തം ഒന്നുമില്ലാതിരുന്ന ഇന്ദിരയുടെ അദൃശ്യ ക്യാബിനറ്റ് അംഗം, അതായിരുന്നു അന്നത്തെ സഞ്ജയ് ഗാന്ധി. ഈ സംഭവം നടന്ന് ഏതാണ്ട് 4 വർഷത്തിനപ്പുറം ആകാശത്ത് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിനിടയിൽ തീൻമൂർത്തി ഭവന് സമീപം വിമാനം തകർന്നു വീണ് മരണപ്പെടുമ്പോൾ വെറും 33 വയസ്സായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ പ്രായം. അന്നങ്ങനെ അകാല മൃത്യു വരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്ന ഒരു ശക്തിദുർഗമായി നിലകൊള്ളുമായിരുന്നു സഞ്ജയ് ഗാന്ധി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിലെ സഞ്ജയിന്റെ അപഹാരം അത്ര ചെറിയൊരു പ്രതിഭാസമല്ല. ഈ രാജ്യത്തെ, കോൺഗ്രസ് പാർട്ടിയെ, നെഹ്റു ഗാന്ധി കുടുംബത്തെ കാലങ്ങളോളം വേട്ടയാടാൻ പോന്നതായിരുന്നു അത്. നെഹ്റു കുടുംബത്തിൽ ജനിച്ച സഞ്ജയ് ഗാന്ധി എന്ന അന്തർമുഖനായ ബാലൻ അടിയന്തരാവസ്ഥ കാലത്ത് സകലരെയും വിറപ്പിച്ച അധികാര കേന്ദ്രമായി പരിണമിച്ചതിൻ്റെ കഥ. പ്രധാനമന്ത്രിയായിരുന്ന അമ്മയുടെ തണലിൽ സഞ്ജയ് ഗാന്ധി ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രതിച്ഛായയിൽ വീഴ്ത്തിയ കരിനിഴലുകളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 1941 ലണ്ടനിൽ നിന്ന് ഗുഡ് ഹോപ്പ് മുനമ്പ് വളഞ്ഞ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട സിറ്റി ഓഫ് പാരീസ് എന്ന പേരുള്ള കപ്പലിൽ കയറി ഇന്ദിര ഓക്സ്ഫോർഡിലെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇന്ത്യൻ മണ്ണിലേക്ക് മടങ്ങി വന്നപ്പോൾ അതേ കപ്പലിൽ ഫിറോസ് ഗാന്ധി എന്ന അവരുടെ കാമുകനും ഉണ്ടായിരുന്നു. വിവാഹിതരാകാൻ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു ആ മടങ്ങിവരവ്. ഇന്ത്യയിലെ പതിവിന് വിരുദ്ധമായി പെണ്ണു ചോദിക്കൽ ചടങ്ങ് കൂടി ആണിന് പകരം പെണ്ണ് തന്നെ നിർവഹിക്കും എന്നൊരു ധാരണയും അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഫിറോസ് ഗാന്ധി ഒരു സൗരാഷ്ട്രീയൻ പാഴ്സിയും താനൊരു കശ്മീരി പണ്ഡിറ്റുമായിരുന്നതുകൊണ്ട് മുന്നിൽ പ്രതിബന്ധങ്ങൾ എമ്പാടും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഇന്ദിരയ്ക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ്
അച്ഛനെ പറഞ്ഞു സമ്മതിപ്പിക്കൽ എന്ന ദുർഘടമായ ദൗത്യം അവർ സ്വയം ഏറ്റെടുത്തത്. അന്ന് മകളുടെ ഈ പ്രണയ ചാബല്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ നെഹ്റു ഡെറാഡൂൺ ജില്ലാ ജയിലിൽ കഴിയുന്ന കാലമാണ്. അച്ഛനെ നേരിൽ ചെന്ന് കണ്ട് ഇന്ദിര തൻ്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് കേട്ടതും നെഹ്റു അസ്വസ്ഥനാകുന്നു. വിശാല ഹൃദയനും കമ്മ്യൂണിസ്റ്റുമൊക്കെ ആയിരുന്ന നെഹ്റു ആ വിവാഹത്തെ ഏകാധിപത്യപരമായിട്ട് എതിർക്കാൻ, നടക്കില്ല എന്ന് അറുത്തുമുറിച്ച് പറയാൻ പക്ഷേ ശ്രമിക്കുന്നില്ല. പകരം ഇന്ദിരയെ അവളുടെ 2 അമ്മായിമാർ, നെഹ്റുവിൻ്റെ അനിയത്തിമാരായിരുന്ന വിജയലക്ഷ്മിയുടെയും കൃഷ്ണയുടെയും അഭിപ്രായം അന്വേഷിക്കാൻ വേണ്ടി നെഹ്റു പറഞ്ഞുവിടുന്നു. സ്വന്തം ജീവിതത്തിൽ ജാതിമത ഭേദം നോക്കാതെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരായിരുന്നിട്ടും അവർ രണ്ടുപേരും ആ വിവാഹത്തെ എതിർക്കുന്നതിൽ ജ്യേഷ്ഠൻ്റെ കൂടെ നിൽക്കുന്നു. ഒടുവിൽ ടൈബ്രേക്കറിൽ തീരുമാനം നെഹ്റു ഗാന്ധിജിക്ക് വിട്ടു. ബാപ്പു ഇന്ദിരയെയും ഫിറോസിനെയും കത്തയച്ചു വിളിപ്പിച്ചു. നിങ്ങൾക്കിടയിലുള്ളത് പ്രണയം തന്നെയോ അതോ വെറും സെക്ഷൽ ഇൻഫാക്ച്വേഷൻ മാത്രമോ എന്ന് ഗാന്ധിജിയുടെ $1 മില്യൺ ചോദ്യം. അതിന് യുവമിഥുനങ്ങൾ കൊടുത്ത മറുപടിക്ക് തെളിവായിട്ട് രേഖകളൊന്നുമില്ല. പക്ഷേ അവർ രണ്ടുപേരും വിവാഹിതരാകേണ്ടവർ തന്നെയാണ് എന്ന ഗാന്ധിജിയുടെ ബോധ്യത്തിന്മേൽ ഒടുവിൽ ആ വിവാഹത്തിന് പച്ചക്കൊടി പൊന്തുന്നു. 1942 മാർച്ച് 26 പണ്ഡിറ്റ് ലക്ഷ്മിധർ ശാസ്ത്രി എന്ന മഹാപണ്ഡിതന്റെ കാർമ്മികത്വത്തിൽ ഇന്ദിര ഫിറോസ് വിവാഹം നടക്കുന്നു. കശ്മീരിൽ മധുവിധു കഴിഞ്ഞു വന്ന ദമ്പതികൾ ആനന്ദഭവനിൽ നിന്ന് അധികം ദൂരെയല്ലാതെ ജോർജ് ടൗണിലെ ഫോർട്ട് റോഡിൽ തരക്കേടില്ലാത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറ്റുന്നു. പക്ഷേ മധുവിധുവിൻ്റെ മധുരം തീരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അലഹബാദിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു റാലിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയതിന് ഈ ദമ്പതികളും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഫിറോസിനെ 1 വർഷത്തെ തടവും 200 രൂപ പിഴയും വിധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം ജയിലിൽ തള്ളിയപ്പോൾ ഇന്ദിരയെ അവർ വിചാരണ ചെയ്യാതെ തടങ്കലിൽ പാർപ്പിച്ചു. എന്നാൽ അടുത്ത കൊല്ലം മെയ് മാസത്തിൽ ഇന്ദിര ജയിൽ മോചിതയായി. 3 മാസത്തിനുള്ളിൽ തന്നെ ഫിറോസും പുറത്തിറങ്ങി. 1944 ജനുവരിയിൽ ഇന്ദിര രാജീവിനെ ഗർഭം ധരിക്കുന്നു. ഓഗസ്റ്റ് 20 രാജീവിൻ്റെ ജനനം. ആദ്യത്തെ കുഞ്ഞ് ജനിച്ച ഏതാണ്ട് 2-2.5 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ദിര തൻ്റെ 2ാമത്തെ കുഞ്ഞിനെയും ഗർഭം ധരിച്ചിരുന്നു. 1947 ഡിസംബർ 13 ദില്ലി 17 യോർക്ക് റോഡിലെ ബംഗ്ലാവിൽ അച്ഛനോടൊപ്പം കഴിയുകയായിരുന്നു അന്ന് ഇന്ദിര. പരിപൂർണ്ണ ഗർഭിണിയായിരുന്ന തൻ്റെ ഭാര്യയെ കാണാൻ ഫിറോസ് ഗാന്ധി ലക്നൌവിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അമ്മായി കൃഷ്ണ നെഹ്റുവും കുടുംബസമേതം അന്ന് അവിടെയുണ്ട്. പതിവിന് വിരുദ്ധമായി അന്ന് ജവഹർലാൽ നെഹ്റുവും സ്ഥലത്തുണ്ട്. അന്നേ ദിവസം പാതിരാത്രി ആയപ്പോഴേക്കും വീട്ടിലെ ജോലിക്കാരി കൃഷ്ണ നെഹ്റു കിടന്നിരുന്ന മുറിയുടെ വാതിൽക്കൽ വന്നു മുട്ടുന്നു. മീം സാബിന് പേറ്റുനോവ് തുടങ്ങിയിട്ടുണ്ട് എന്ന് അവർ അറിയിക്കുന്നു. അങ്ങനെ ഏതാണ്ട് പുലർച്ചെ 3 മണിയോടെ ഫിറോസും കൃഷ്ണ നെഹ്റുവും ഇന്ദിരയും പിന്നെ ആ ജോലിക്കാരിയും കൂടി ദില്ലി വില്ലിംഗ്ടൺ ആശുപത്രിയിലേക്ക് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. നെഹ്റുവിനെ അപ്പോൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് അവർ ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാരനായിട്ടുള്ള മെയിൻ ഡോക്ടർ തന്നെ ലേബർ റൂമിലെത്തി അവരെ കാത്തിരിക്കുകയാണ്. ഇന്ദിരയെ ലേബർ റൂമിലേക്ക് കൊണ്ടുവന്നതും അയാൾ തൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. അടുത്ത ദിവസം രാവിലെ 10 മണിയോടെ അയാൾ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് വിവരം അറിയിക്കുന്നു. പ്രസവം വളരെ ദുഷ്കരമായിരുന്നു. ഇന്ദിരയ്ക്ക് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബൈ ദ വേ ആൺകുട്ടിയാണ്. ടൈം ഓഫ് ബർത്ത് രാവിലെ 9 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. ഇത്രയും പറഞ്ഞതിലെ ഗുഡ് ന്യൂസ് മാത്രമാണ് അന്ന് നെഹ്റുവിനെ അവർ അറിയിക്കുന്നത്. അന്ന് രക്തസ്രാവം കാരണം വല്ലാതെ വിളറിപ്പോയിരുന്ന ഇന്ദിരാഗാന്ധി പ്രസവ ശുശ്രൂഷകൾ കഴിഞ്ഞപാടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി 2 മക്കളെയും കൂട്ടി നേരെ മസൂറിക്ക് വെച്ചു പിടിക്കുന്നു. അവിടുത്തെ നല്ല കാലാവസ്ഥയിൽ ആ തണുത്ത പ്രകൃതിയിൽ ഇന്ദിര തൻ്റെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കെ ഇന്ത്യ എന്ന ബേബി റിപ്പബ്ലിക്കും അതിൻ്റെ പിച്ചുവെപ്പ് ആരംഭിക്കുന്നു. ഒരു വശത്ത് പാകിസ്ഥാനുമായുള്ള അതിർത്തി പോരാട്ടം, മറുവശത്ത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങൾ. ഖജനാവ് കാലിയാക്കിക്കൊണ്ടിരുന്ന ഈ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നെഹ്റു രാജ്യത്ത് ചെലവ് ചുരുക്കൽ നയം പ്രഖ്യാപിക്കുന്നു. എന്നാൽ അതേസമയം പ്രധാനമന്ത്രി ആയിരിക്കെ സന്ദർശകരെ എൻ്റർടൈൻ ചെയ്യാൻ 17 യോർക്ക് റോഡിലെ വീട്ടിൽ സൗകര്യങ്ങൾ തികയാതെയായി. ഈ ഒരു ഘട്ടത്തിൽ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധം മാനിച്ച് നെഹ്റു കുടുംബം സ്ഥാനമൊഴിഞ്ഞ് ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവൻ എന്ന ബംഗ്ലാവിലേക്ക് താമസം മാറ്റുന്നു. ഈയൊരു കാലം എന്ന് പറയുന്നത് ഇന്ദിരയ്ക്കും ഫിറോസിനും ഇടയിലെ ബന്ധത്തിൽ വിള്ളലുകൾ വന്ന കാലമാണ്. ഇന്ദിര ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി തീൻമൂർത്തി ഭവനിലേക്ക് സ്ഥിരമായി താമസം മാറ്റുന്നു. അതോടെ ഭാര്യയും മക്കളെയും കാണണമെന്നുണ്ടെങ്കിൽ ഫിറോസ് ഗാന്ധിക്ക് ദില്ലിക്ക് വണ്ടി പിടിച്ചേ മതിയാകൂ എന്ന അവസ്ഥയായി. അച്ഛൻ നെഹ്റുവിൻ്റെ PA എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഈ കാലത്ത് ഇന്ദിരാഗാന്ധിയെ ഭർത്താവിൽ നിന്ന് വല്ലാതെ അകറ്റുന്നുണ്ട്. തീൻമൂർത്തി ഭവനിൽ എല്ലാ ദിവസവും വന്നുപോയിരുന്ന അതിഥികളുടെ സൽക്കാരവും അച്ഛനോടൊത്തുള്ള നിരന്തര വിദേശ യാത്രകളും ആ അമ്മയെ മക്കൾക്ക് പോലും വേണ്ടത്ര കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി. നെഹ്റു കുടുംബത്തിലാണെങ്കിൽ തലമുറകളായിട്ട് കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി വിദേശികളായിട്ടുള്ള ഗവർണൻസുകളെ വെക്കുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. രാജീവിനും സഞ്ജയനും അവരുടെ കുഞ്ഞുനാളിൽ അമ്മ ഇന്ദിരയേക്കാൾ കണ്ടു പരിചയം ഒരുപക്ഷെ ഡാനിഷ് വംശജയായിട്ടുള്ള നാനി ആനയെ ആയിരുന്നിരിക്കും. വളരെ കർക്കശ സ്വഭാവിയായിരുന്ന
കൃത്യമായ ഡയറ്റും വ്യായാമവും ഒക്കെ കുട്ടികളെ നിർബന്ധിച്ച് ശീലിപ്പിച്ചിരുന്ന ഇവരുടെ സ്വാധീനത്തിലാണ് സഞ്ജയ് ഗാന്ധി തീൻമൂർത്തി ഭവനിൽ തൻ്റെ ബാല്യകാലം ചെലവിടുന്നത്. അന്ന് സഞ്ജയിന് പട്ടികളെയും പ്രാവുകളെയും താറാവുകളെയും തത്തകളെയും എന്തിന് കടുവ കുഞ്ഞുങ്ങളെ വരെ പ്രിയമായിരുന്നു. അധികം വൈകാതെ തന്നെ തനിക്കിഷ്ടമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വെച്ച് ഒരു കാഴ്ച ബംഗ്ലാവ് തന്നെ സഞ്ജയ് ആ ബംഗ്ലാവിൽ റെഡിയാക്കുന്നുമുണ്ട്. അന്ന് തീൻമൂർത്തി ഭവന്റെ വളപ്പിലെ പുൽത്തകിടിയിൽ തീവണ്ടി കളിക്കലായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ പ്രധാന വിനോദം. അതിനവൻ ഇടയ്ക്കിടെ വന്നുപോയിരുന്ന അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ ഒരുപോലെ നിർബന്ധിച്ചിരുന്നു. അവരാണെങ്കിൽ അതിന് വഴങ്ങുകയും ചെയ്യുമായിരുന്നു. നെഹ്റുവിയൻ ട്രഡീഷൻ പ്രകാരം ആ രണ്ട് കുഞ്ഞുങ്ങളെയും അവർ ലാളിച്ച് വഷളാക്കിയിരുന്നു എന്ന് വേണം പറയാൻ. അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവർ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നിറവേറ്റപ്പെടുമായിരുന്നു. ഇത് സഞ്ജയ് ഗാന്ധിയിൽ വല്ലാത്തൊരു ശാഠ്യത്തിൻ്റെയും വാശിയുടെയും രൂപത്തിൽ യൗവനത്തിൽ അവനവനും ഒരു പരിധിവരെ രാജ്യത്തിനു തന്നെയും ദ്രോഹം ചെയ്യുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ കാണും. 1952 ഫിറോസ് ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദില്ലി ട്രിപ്പുകൾ വീണ്ടും കുറഞ്ഞു വന്നു. തീൻമൂർത്തി ഭവനിൽ അദ്ദേഹത്തിന് ഒരു മരുമകന് കിട്ടേണ്ട മര്യാദ പലപ്പോഴും കിട്ടാതെയായി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഫിറോസ് ഗാന്ധിയെ കാണാൻ ഏതോ ഒരു സന്ദർശകനെത്തി. അയാൾക്ക് കുടിക്കാൻ ഒരു കാപ്പി കൊടുക്കണമെന്ന് കിച്ചണിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ നിന്ന് ഫിറോസ് ഗാന്ധിക്ക് കിട്ടുന്ന മറുപടി രാവിലത്തെ ടീ ടൈം കഴിഞ്ഞു, ഇനിയിപ്പോൾ തരാൻ നിർവാഹമില്ല എന്നായിരുന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിക്കുന്നു. ഇങ്ങനെ നിസ്സാരമായ പലതും മനസ്സിലുണ്ടാക്കിയ മുറിവുകളുടെ പേരിൽ ഫിറോസ് ഗാന്ധി ഭാര്യ ഇന്ദിരയുമായിട്ട് മിക്കപ്പോഴും വഴക്കിടുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള ഈ നിരന്തര കലഹങ്ങൾ കണ്ടുകൊണ്ടാണ് രാജീവും സഞ്ജയും വളർന്നു വരുന്നത്. കുട്ടിക്കാലത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുള്ള ഈ വഴക്കുകളുടെ ട്രോമയും ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. സഞ്ജയ് ഗാന്ധിയുടെ സ്കൂൾ കാലത്തെ അനുഭവങ്ങളുടെ വിവരണങ്ങൾ നമുക്ക് വിനോദ് മേത്ത എഴുതിയ ദ സഞ്ജയ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ വിശദമായി തന്നെ കാണാം. സഞ്ജയിന് 7 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനെ ഇന്ദിര ഡെറാദൂണിലുള്ള ബെൽഹാം സ്കൂളിലാണ് കൊണ്ടുവന്നാക്കുന്നത്. ജ്യേഷ്ഠൻ രാജീവും അവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. അന്നൊക്കെ സുപ്രസിദ്ധമായ ഡൂൺ സ്കൂളിലേക്കുള്ള ഒരു പ്രിപ്പറേറ്ററി പ്ലാറ്റ്ഫോം ആയിട്ടാണ് പലരും ഈ ബെൽഹാം സ്കൂളിനെ കണ്ടിരുന്നത്. അവിടുത്തെ പ്രിൻസിപ്പലായിരുന്ന മിസ് ഒലിഫന്റ് ഈ 2 കുട്ടികളെയും വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി സഞ്ജയിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് തന്നെ വലിയ ടാസ്ക് ആയിരുന്നു. വന്നു കയറിയ ആദ്യത്തെ കുറേ മാസങ്ങളിൽ അവിടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവനൊട്ടും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അമ്മയോട് വലിയ അടുപ്പമുണ്ടായിരുന്ന അവൻ ദിവസങ്ങളോളം ഇന്ദിരയെ അവിടെ വിടാതെ പിടിച്ചു നിർത്തി. ഒടുവിൽ അവൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ മിസ് ഒലിഫന്റ് ഇന്ദിരയെ ദില്ലിയിലേക്ക് പാക്ക് ചെയ്യുകയായിരുന്നു. അമ്മ തനിച്ചാക്കി സ്ഥലം വിട്ടതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ ആ ബോർഡിംഗ് സ്കൂളിൽ തികഞ്ഞൊരു ലോണറായിട്ട് സഞ്ജയ് മാറി. ഒരാളോട് പോലും സംസാരിക്കാൻ നിൽക്കാത്ത ഒരു മിണ്ടാക്കുട്ടി. അവിടെ കഴിഞ്ഞ കാലത്ത് സഞ്ജയിന് ഈ മനപ്രയാസങ്ങൾക്ക് പുറമെ നിരവധി ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പല്ലുവേദന, കണ്ണുവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ സദാ വന്നുകൊണ്ടേയിരുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടാഞ്ഞാൽ മുതൽ കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ വരെ സകലതും കീഴ്മേൽ മറിക്കുന്നൊരു സ്വഭാവം സഞ്ജയിന് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സഞ്ജയിന് 10 വയസ്സ് തികഞ്ഞപ്പോൾ അവനെ ഇന്ദിരാഗാന്ധി ഡൂൺ സ്കൂളിലേക്ക് മാറ്റുന്നു. അന്ന് ഇന്ത്യയിൽ കയ്യിൽ 4 കാശുള്ളവർക്ക് സ്വന്തം കുട്ടികളെ ചേർക്കാവുന്നതിൽ വെച്ച് ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള സ്കൂളുകളിലൊന്നാണ് ഈ ഡൂൺ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ സ്പോർട്സ് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നതും നിർബന്ധമായിരുന്നു. എന്നാൽ സ്പോർട്സിലോ ഗെയിംസിലോ ഒന്നിൻ്റെയും സെക്കൻഡ് ലെവലിൽ പോലും ഇടം പിടിക്കാൻ സഞ്ജയ് ഗാന്ധിക്ക് സാധിച്ചിരുന്നില്ല എന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒന്നിനുള്ള പരിശ്രമം പോലും അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത കുട്ടിയായിരുന്നു അന്ന് സഞ്ജയ് ഗാന്ധി. അപ്പോൾ നമ്മൾ കരുതുക പഠിക്കാൻ മിടുക്ക് കൂടിയതുകൊണ്ടായിരിക്കും അത് എന്നാവും. എന്നാൽ പഠിപ്പിനോടുള്ള സഞ്ജയ് ഗാന്ധിയുടെ സമീപനം സ്പോർട്സിനോടുണ്ടായിരുന്നതിനേക്കാൾ ഉഴപ്പുന്ന മട്ടിലായിരുന്നു. ഡൂൺ സ്കൂൾ പോലെ കർക്കശമായിട്ട് പഠിപ്പിക്കുന്ന ഒരിടത്ത് പോലും ഒരു സബ്ജക്റ്റിലും മികവ് പ്രകടിപ്പിക്കാൻ സഞ്ജയ് ഗാന്ധിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല. അവന് പഠിപ്പിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. മറ്റു കുട്ടികളൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാർക്ക് കുറയുകയാണെങ്കിൽ അധ്യാപകരോട് വളരെ അപ്പോളജറ്റിക് ആയിട്ട് ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങിക്കൊള്ളാം, അല്ലെങ്കിൽ സോറി സാർ എന്നൊക്കെ പറയുമ്പോൾ സഞ്ജയ് മാത്രം വഴക്ക് പറയുന്ന അധ്യാപകൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി അങ്ങനെ ഇരിക്കുക മാത്രമാണ് ചെയ്യുക. എന്നെ തല്ലേണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്നത് തന്നെ ആയിരുന്നു അവൻ്റെ പഠിപ്പിലെ നയം. അക്കാലത്തെ സഞ്ജയുടെ സഹപാഠിയായിരുന്ന, പിൽക്കാലത്ത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന ഗൗതം വോറ അന്നത്തെ ഒരു കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ഇവർക്ക് ഹോൾസ്വർത്ത് എന്നൊരു ഹിസ്റ്ററി സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരങ്ങൾ പറയുന്ന മുറയ്ക്ക് കുട്ടികളെ മുന്നിലേക്ക് പിടിച്ചിരുത്തും. കുട്ടികളാണെങ്കിൽ ഇങ്ങനെ മുന്നിലേക്ക് വരാൻ വേണ്ടി മാത്രം അന്ന് മിനക്കെട്ട് പഠിക്കുമായിരുന്നു. സഞ്ജയ് ഗാന്ധി മാത്രം ഹോൾസ്വർത്ത് പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരു വർഷം മുഴുവനും ലാസ്റ്റ് ബെഞ്ചിൽ തന്നെയാണ് ഇരുന്നത് എന്നാണ് ഗൗതം വോറ ഓർത്തെടുക്കുന്നത്. ഇതേ ഡൂൺ സ്കൂൾ ദിനങ്ങളിൽ തന്നെയാണ് സഞ്ജയ് ഗാന്ധി തൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള കാലത്തെ രാഷ്ട്രീയ സഹയാത്രികളിൽ ഒരാളായിട്ടുള്ള കൽക്കട്ടക്കാരൻ കമൽനാഥിനെ പരിചയപ്പെടുന്നതും അയാളുമായി ഗാഢ സൗഹൃദത്തിലാവുന്നതും. ഇവിടെ കഴിയുമ്പോൾ തന്നെയാണ് രാജീവും സഞ്ജയും തങ്ങളുടെ അച്ഛൻ ഫിറോസ് ഗാന്ധിയുടെ വിയോഗ വർത്തമാനത്തെക്കുറിച്ച് അറിയുന്നതും.
58-ൽ ഒരു ഹാർട്ട് അറ്റാക്കിനെ അതിജീവിച്ച ഫിറോസ് ഗാന്ധി 1960 സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ ഉറക്കമുണർന്നപ്പോൾ കടന്നുവന്ന രണ്ടാമത്തെ ഹൃദയാഘാതത്തിനു മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും അച്ഛനും അമ്മയും തമ്മിൽ പിണക്കത്തിലാണ്, അവർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരാണ് എന്നൊക്കെ ഈ രണ്ട് പിള്ളേർക്കും നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഫിറോസ് ഗാന്ധിയുടെ മരണശേഷം ആ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മാത്രമാണ് തൻ്റെ മരുമകൻ എത്രമാത്രം ജനപ്രിയനാണ് എന്ന് നെഹ്റു തിരിച്ചറിയുന്നത്. ഐ നെവർ ന്യൂ ഹി വാസ് സോ പോപ്പുലർ എന്ന നെഹ്റുവിൻ്റെ ആത്മകഥം ഏറെ പ്രസിദ്ധമാണ്. ഇന്ദിരയ്ക്കും അവരുടേതായിട്ടുള്ള പശ്ചാത്താപങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ വലിയ മനസ്താപം തോന്നുന്നു. എനിക്കും ഫിറോസിനുമിടയിൽ എണ്ണമില്ലാത്ത വഴക്കുകൾ നടന്നിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നിട്ടും ഞങ്ങൾക്കിടയിലെ സൗഹൃദം വർഷം ചെല്ലുന്തോറും ഗാഢമാവുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ആൺമക്കൾക്ക് അമ്മയേക്കാൾ ഇപ്പോൾ ഒരച്ഛൻ വേണ്ടുന്ന കാലമാണ്. അതാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വല്ലാത്തൊരു ശൂന്യത എനിക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്ന് തൻ്റെ പ്രിയ സ്നേഹിതയ്ക്ക് എഴുതുന്നൊരു കത്തിൽ ഇന്ദിര വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഭരണത്തിലെ അമ്മയുടെ പിന്തുടർച്ചക്കാരൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ ചേട്ടൻ രാജീവല്ല താനാകുമെന്ന് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സഞ്ജയ് ഉറപ്പിച്ചിരുന്നു. അമ്മയ്ക്കും ആ അർത്ഥത്തിൽ പ്രിയം സഞ്ജയിനെ തന്നെ ആയിരുന്നു. നോ വൺ ക്യാൻ ടേക്ക് സഞ്ജയ്സ് പ്ലേസ്. He was my son, but like an elder brother in his support. Rajiv lacks Sanjay's dynamism and his concerns എന്ന് തൻ്റെ പ്രിയ ജീവചരിത്രകാരിയായിരുന്ന പുപ്പുൽ ജയക്കറിനോട് ഇന്ദിര തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ആൻ ഇൻറ്റിമേറ്റ് ബയോഗ്രഫി എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാം. എന്തെങ്കിലും കാരണം കൊണ്ട് സഞ്ജയിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലുള്ള ലാസ്റ്റ് മിനിറ്റ് റീപ്ലേസ്മെൻറ്റ് മാത്രമായിട്ടാണ് ഇന്ദിരാഗാന്ധി രാജീവിനെ കണ്ടിരുന്നത്. രാജീവിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഈ താല്പര്യക്കുറവിനെ സഞ്ജയ് ഇടയ്ക്കിടെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ചേട്ടനാണെന്ന പരിഗണന കൂടാതെ സഞ്ജയ് തനിക്കുമേൽ ചെലുത്താൻ ശ്രമിച്ചിരുന്ന ഈ ഡോമിനേറിംഗ് സ്വഭാവത്തിൻ്റെ പേരിൽ രാജീവും ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചെന്ന് പരിഭവിക്കുമായിരുന്നു. സഞ്ജയ് ബയോഗ്രാഫറായിട്ടുള്ള വിനോദ് മേത്ത ഇവരുടെ ചെറുപ്പത്തിലെ ഒരു സംഭവം ഇതിന് ഉദാഹരണമായിട്ട് എടുത്തെഴുതുന്നുണ്ട്. ഒരിക്കൽ എന്തോ ഒരു കാര്യം പറഞ്ഞ് പരസ്പരം വഴക്കിട്ടപ്പോൾ സഞ്ജയ് ചെയ്യുന്നത് രാജീവ് കഷ്ടപ്പെട്ട് നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു എയർപ്ലെയിൻ വർക്കിംഗ് മോഡലിനെ തല്ലി തകർക്കുകയാണ്. ഡൂൺ സ്കൂളിൽ നിന്ന് സഞ്ജയ് ഗാന്ധി നേരെ ചെന്ന് ചേരുന്നത് ISC പൂർത്തിയാക്കാൻ വേണ്ടി ദില്ലിയിലെ സെൻറ്റ് കൊളംബസ് സ്കൂളിലാണ്. അതാണ് ഇന്ദിരാപുത്രൻ സഞ്ജയ് ഗാന്ധിയുടെ പരമാവധി വിദ്യാഭ്യാസ യോഗ്യത. സെൻറ്റ് കൊളംബസ് സ്കൂളിൽ നിന്ന് നേടിയ ISC സർട്ടിഫിക്കറ്റ്. ഈ സെൻറ്റ് കൊളംബസ് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് സഞ്ജയ് ഗാന്ധിയുടെ കാർ കമ്പത്തിനും തുടക്കമാവുന്നത്. തുടക്കം ആക്രി വിലയ്ക്ക് വാങ്ങിയ ഒരു പഴഞ്ചൻ കാറിലായിരുന്നുവെങ്കിലും പിന്നീട് അത് അന്നത്തെ താരങ്ങളായിരുന്ന ജീപ്പുകളിലേക്കും ഫിയറ്റിലേക്കും അംബാസഡറുകളിലേക്കും ഒക്കെ വളരുന്നുണ്ട്. അന്നത്തെ കാലത്ത് വളരെ അലക്ഷ്യമായി കാർ ഓടിച്ച് ദില്ലിയിലെ തെരുവുകളെ വിറപ്പിച്ചിരുന്ന സഞ്ജയിൻ്റെയും കൂട്ടുകാരുടെയും പേർക്ക് കാർ മോഷണങ്ങളുടെ ആക്ഷേപങ്ങൾ വരെ ഉയരുന്നുണ്ട്. മകൻ്റെയും സംഘത്തിൻ്റെയും വികൃതികളെക്കുറിച്ച് ഇന്ത്യക്ക് ആദ്യം സൂചനകൾ കിട്ടുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ അന്ന് ഇടയ്ക്കിടെ അച്ചടിച്ചു വന്നിരുന്ന ചില കാർ ജാക്കിംഗ് വാർത്തകളിൽ നിന്നാണ്. നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പാർക്ക് ചെയ്തിരുന്ന ലക്ഷറി കാറുകൾ മോഷ്ടിച്ച് ഇഷ്ടംപോലെ ഓടിച്ചു നടന്ന ശേഷം ഉപേക്ഷിച്ച് സ്ഥലം വിടുന്ന ടീനേജർമാരുടെ ഒരു ഗ്യാങ്ങിനെ കുറിച്ചായിരുന്നു ആ റിപ്പോർട്ടുകൾ. ആ കുട്ടികളിൽ പലരും തലസ്ഥാനത്തെ പ്രമുഖരുടെ മക്കളാണ് എന്നൊരു സൂചന റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊന്ന് തൻ്റെ മകനാകാൻ സാധ്യതയുണ്ട് എന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. 1964 മെയ് 16-ാം തീയതി രാത്രി വീണ്ടും അത്തരത്തിൽ ഒരു കാർ മോഷണം കൂടി നടക്കുന്നു. അന്ന് രാത്രി ദില്ലി നിസാമുദ്ദീൻ എസ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു പട്ടാള ഓഫീസറുടെ ഒരു ബ്രാൻഡ് ന്യൂ ഫിയറ്റ് കാർ മോഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് ഒരു സംഘം യുവാക്കൾ സമീപത്തുള്ളൊരു പെട്രോൾ പമ്പിൽ കയറി 20 ലിറ്റർ പെട്രോൾ അടിക്കുന്നു. എന്നിട്ട് പൈസ കൊടുക്കാതെ ഓടിച്ചു കൊണ്ടുപോയി അത് പാലം എയർപോർട്ടിന് സമീപം ഉപേക്ഷിക്കുന്നു. അന്നേ ദിവസം തന്നെ മറ്റൊരു മോട്ടോർ ബൈക്ക് കൂടി മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ ബൈക്ക് റോഡരികിൽ ഇടിച്ചു കിടക്കുന്ന രീതിയിൽ പോലീസ് കണ്ടെടുത്തു. അത് ഓടിച്ചിരുന്ന ആളെ അടുത്തുള്ള നഴ്സിംഗ് ഹോമിൻ്റെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത അവസ്ഥയിലും പോലീസ് കണ്ടെത്തി. ഇത് സഞ്ജയ് ഗാന്ധിയുടെ ഉറ്റമിത്രം ആദിൽ ഷെഹറിയാർ ആയിരുന്നു. ഈ ആദിൽ ഷെഹറിയാർ എന്ന പേര് പിന്നീട് അങ്ങോട്ട് 2 തവണ കൂടി 2 വ്യത്യസ്ത വിവാദങ്ങളിലായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് 1977 അന്ന് പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്ന രാജ് പ്രകാശ് വർഷ്ണയെ ഒരു കള്ളക്കേസിൽ കുടുക്കിയ സംഭവം. രണ്ടാമത്തെ വിവാദം 1984 ഡിസംബറിൽ ഭോപ്പാൽ വിഷവാതക ദുരന്തമുണ്ടായ സമയത്തെയായിരുന്നു. അന്ന് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട രാജ്യം വിടുന്നതിൽ നിന്ന് വിലക്കിയിരുന്ന യൂണിയൻ കാർബൈഡ് MD വാറൻ ആൻഡേഴ്സന് അമേരിക്കയിലേക്ക് കടക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് അങ്ങ് അമേരിക്കയിൽ വഞ്ചന കുറ്റത്തിന് 35 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയായിരുന്ന ഒരു ആദിൽ ഷെഹറിയാറിന്റെ മോചനത്തിന് രാജീവ് ഗാന്ധി ചെയ്തു കൊടുത്ത പ്രത്യുപകാരമാണ് എന്നായിരുന്നു അന്നത്തെ BJPയുടെ ആക്ഷേപം. ഇതേ വിവാദ പുരുഷൻ ആദിൽ ഷെഹറിയാർ അന്നത്തെ സഞ്ജയ് ഗാന്ധിയുടെ ആത്മമിത്രങ്ങളിൽ ഒരാളായിരുന്നു. ഈ പട്ടാള ഓഫീസർക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അയാളുടെ മോഷണം പോയ കാർ തിരികെ കിട്ടിയിരുന്നു. പക്ഷേ തൻ്റെ കാറ് മോഷ്ടിച്ചു കൊണ്ടുപോയ പിള്ളേരെക്കുറിച്ചുള്ള യാതൊരു വിവരവും അടുത്ത ഒരു മാസക്കാലത്തോളം പോലീസ് സ്റ്റേഷനിൽ കയറിറങ്ങി നടന്നിട്ടും അയാൾക്ക് കിട്ടുന്നില്ല. ദില്ലിയിലെ ഏതൊക്കെയോ ബിഗ് ഷോട്ടുകളുടെ മക്കളാണ് കേസിലെ പ്രതികൾ എന്നൊരു ക്ലൂ മാത്രമാണ് സ്റ്റേഷനിലെ ഒരു സബ് ഇൻസ്പെക്ടർ
പേര് വെളിപ്പെടുത്തരുത് എന്ന നിബന്ധനയിൽ അന്ന് അയാളോട് പറയുന്നത്. അന്ന് ദില്ലിയിൽ നിന്ന് പുറപ്പെട്ടിരുന്ന കറണ്ട് എന്നു പേരുള്ള ഒരു പത്രമുണ്ട്. അതിന്റെ എഡിറ്റർ ദോസുഭായ് കരാക്കയ്ക്ക് പ്രമുഖർ എന്ന വാക്ക് അലർജിയായിരുന്നു. ആ ദിവസങ്ങളിൽ ഒന്നിൽ ഇറങ്ങിയ കറണ്ടിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അച്ചടിച്ചൊരു സ്റ്റോറിയിൽ അയാൾ ഈ ടീനേജ് കാർജാക്കിംഗ് ഗാങ്ങിലെ പ്രധാന അംഗങ്ങളിൽ ഒരാൾ സഞ്ജയ് ഗാന്ധിയാണ് എന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിരുന്നു. എന്നാൽ ഈ ആക്ഷേപം പാടെ നിഷേധിക്കപ്പെട്ടു. ഈ ദിവസങ്ങളിൽ സഞ്ജയ് ഗാന്ധി കശ്മീരിൽ ഹിച്ച് ഹൈക്കിങ്ങിലായിരുന്നു എന്നായിരുന്നു ഇത് സംബന്ധിച്ച് തീൻമൂർത്തി ഭവനിൽ നിന്ന് വന്ന വിശദീകരണം. ഈ സംഭവത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ രാവിലത്തെ ഫ്ലൈറ്റിൽ കയറ്റി ഈ കുട്ടികളെ ദില്ലിയിൽ നിന്ന് രായ്ക്കുരാമാനം കശ്മീരിലേക്ക് കടത്തുകയായിരുന്നു എന്നൊരു ആക്ഷേപവും അന്ന് ഉയർന്നിരുന്നു. ഇങ്ങനെ ഒരു കാർ മോഷണ വിവാദം ഉയർന്നു വന്ന് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ ജവഹർലാൽ നെഹ്റു സ്ട്രോക്ക് വന്ന് മരിച്ചു പോകുന്നു. അന്ന് രാജീവ് കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കാലമാണ്. സഞ്ജയ് ആണെങ്കിൽ കശ്മീരിലെ തന്റെ ഹിച്ച് ഹൈക്കിംഗ് തുടരുകയാണ്. കശ്മീരിൽ നിന്ന് അന്നൊരു ചാർട്ടർ വിമാനത്തിൽ കയറ്റിയാണ് ചിതകൊളുത്താൻ നേരത്തേക്ക് സഞ്ജയ് ഗാന്ധിയെ തിരികെ ദില്ലിയിൽ എത്തിക്കുന്നത്. അന്നത്തെ ആ പയ്യനെ തന്റെ മുത്തച്ഛന്റെ വിയോഗം സ്പർശിച്ചിരുന്നു എന്ന് പോലും അവന്റെ മുഖഭാവം കണ്ടാൽ പറയില്ല എന്നാണ് അന്നവിടെ സന്നിഹിതയായിരുന്ന നടി മേരി സെയ്റ്റിനെ പോലുള്ള ചിലർ പിന്നീട് അഭിപ്രായപ്പെട്ടത്. ഈ കാർ മോഷണ വിവാദം വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും സഞ്ജയ് ഗാന്ധിയുടെ സ്ത്രീ വിഷയത്തിലെ ദൗർബല്യം കൂടി പൊതുജന മധ്യത്തിൽ തുറന്നുവെച്ച ഒന്നായിരുന്നു. അന്ന് രാത്രി സഞ്ജയ് ഗാന്ധി മോഷ്ടിച്ചെടുത്ത് ഓടിച്ചിരുന്നത് എന്ന് സംശയിച്ചിരുന്ന ആ ഫിയറ്റ് കാറിൽ നിന്ന് കാലിയായ മദ്യക്കുപ്പികൾക്കും മറ്റു ചില വസ്തുക്കൾക്കും പുറമെ സ്ത്രീകളുടെ ഒരു അടിവസ്ത്രം കൂടി കണ്ടെടുക്കപ്പെട്ടിരുന്നു. കാറിലോ സ്ത്രീകളിലോ സഞ്ജയ് ഗാന്ധിക്ക് കമ്പമേറെ എന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അന്ന് ദില്ലിയിലെ പത്രക്കാർക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ ശരാശരി സൗന്ദര്യം മാത്രമുണ്ടായിരുന്ന, ഹ്യൂമർ സെൻസ് ലവലേശമില്ലാതിരുന്ന, ആകർഷകമായ വിധത്തിൽ സംസാരിക്കാൻ അറിയാത്ത സഞ്ജയ് ഗാന്ധിയുടെ പിന്നാലെ സ്ത്രീകൾ പൊതുവെ കൂടിയിരുന്നില്ല. എന്നാൽ മേൽപ്പറഞ്ഞ എന്തിനേക്കാളും അധികം അന്ന് ദില്ലിയിലെ സുന്ദരികളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു ഘടകം അയാൾക്കുണ്ടായിരുന്നു. അത് അധികാര കേന്ദ്രങ്ങളോടുള്ള സഞ്ജയ് ഗാന്ധിയുടെ സാമീപ്യമായിരുന്നു. സഞ്ജയ് ഗാന്ധി എന്ന പുരുഷനെ സ്ത്രീകൾ നിരന്തരം അവഗണിച്ചപ്പോഴും പ്രധാനമന്ത്രിയുടെ മകനായ സഞ്ജയിന് ചുറ്റും നഗരത്തിലെ സുന്ദരികളിൽ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ ഈയാമ്പാറ്റകളെ പോലെ വട്ടമിട്ട് പറന്നു. അയാൾക്ക് നിരവധി സ്ത്രീകളുമായിട്ട് അക്കാലത്ത് താൽക്കാലിക ശാരീരിക ബന്ധങ്ങളുണ്ടായി. അവരിൽ പലരുടെയും പേരിൽ അയാളെ പ്രശ്നങ്ങൾ പിന്തുടർന്നു വന്നു. അതിലേറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വിഷയം ജങ്കോട്ട സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. ഒരു ദിവസം നമ്പർ 1 സഫ്ദർജംഗ് റോഡ് എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭവനത്തിന്റെ ഗേറ്റിൽ രണ്ട് സഹോദരങ്ങൾ ഒരു ജീപ്പിൽ കയറി വന്ന് സഞ്ജയ് ഗാന്ധി അന്വേഷിക്കുന്നു. തങ്ങളുടെ സഹോദരിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധി അവരെ പറഞ്ഞു വഞ്ചിച്ചുവെന്നും അവൾക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്നിട്ടുള്ളത്. അകത്തുണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധിയെ അപ്പോൾ ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി ഓഫീസർമാർ വിളിച്ചു ചോദിക്കുന്നു. ഈ രണ്ടുപേരെയും ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റരുത് എന്ന നിർദ്ദേശമാണ് അകത്ത് നിന്ന് അവർക്ക് കിട്ടുന്നത്. തുടർന്ന് ജീപ്പിൽ വന്നവരും സുരക്ഷാ ജീവനക്കാരും തമ്മിൽ ആ ഗേറ്റിൽ വലിയൊരു വാക്കേറ്റം തന്നെ നടക്കുന്നു. ഈ രണ്ടുപേരും തിരിച്ചു ചെന്ന് ജീപ്പിൽ കയറുന്നു. ആ വാഹനം പക്ഷേ ഒന്ന് പിന്നോട്ടേക്ക് എടുത്ത ശേഷം നേരെ കൊണ്ടുവന്ന് ആ ഗേറ്റിൽ ഇടിച്ചു കയറ്റുകയാണ് അവർ ചെയ്യുന്നത്. പൊളിഞ്ഞു വീണ ഗേറ്റിന് മുകളിലൂടെ ആ കാറും ഓടിച്ചുകൊണ്ട് അവർ ആ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കടക്കുന്നു. പക്ഷെ അധിക ദൂരം എത്തുന്നതിന് മുമ്പ് അവരെ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞു വെക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതിന് അന്ന് ജങ്കോട്ട സഹോദരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ജയിലിൽ പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസും വളരെ പെട്ടെന്ന് തന്നെ തേച്ചു മായ്ച്ച് കളയുകയാണ് അന്നുണ്ടായത്. ഈ കോലാഹലങ്ങളൊക്കെയും ഒരുവിധം അടങ്ങിയപ്പോൾ 1974 ജൂലൈ 29 ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുന്നു. സഞ്ജയ് ഗാന്ധിയുടെ വിവാഹം ദില്ലിയിൽ താമസിക്കുന്ന ഒരു പഞ്ചാബി പട്ടാള ഓഫീസർ കേണൽ ആനന്ദിന്റെ മകൾ മനേക ആനന്ദുമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലേഡി ശ്രീറാം കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഡൽഹി ഡെഡ് ലൈൻ എന്നൊരു വീക്കിലിയിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് നിലവിൽ ഈ മനേക. JNUവിൽ പാർട്ട് ടൈമായിട്ട് ജർമ്മൻ ഭാഷയും അവർ പഠിക്കുന്നുണ്ട്. 73 മിസ് ലേഡി ശ്രീറാം കോളേജ് ആയിരുന്ന മനേക അന്ന് ചില ടെക്സ്റ്റൈൽ ബ്രാൻഡുകൾക്ക് വേണ്ടി ഫോട്ടോ മോഡലിംഗും ചെയ്തിരുന്നു. ഡൽഹി ക്ലോത്ത് മിൽസിന് വേണ്ടി ഒരു ടവല് മാത്രം ചുറ്റി നിൽക്കുന്ന മനേകയുടെ വലിയ ഹോർഡിങ്ങുകൾ അന്ന് ദില്ലിയിലെ നിരത്തുകളിൽ പലയിടത്തും ഉണ്ടായിരുന്നു. ജൂലൈ 28 DCMന് വേണ്ടി പരസ്യങ്ങൾ ചെയ്യുന്ന ഏജൻസിക്ക് മനേകയുടെ അമ്മയുടെ ഒരു കോൾ വരുന്നു. മകളുടെ എല്ലാ ചിത്രങ്ങളും ഫിലിം സഹിതം തിരികെ വേണം. നിലവിലെ എല്ലാ പരസ്യ കരാറുകളും ഇന്ന് തന്നെ റദ്ദാക്കണം. ദില്ലിയിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഹോർഡിങ്ങുകളിൽ നിന്നും മകളുടെ ചിത്രങ്ങൾ നീക്കം ചെയ്യണം. അങ്ങനെ സഞ്ജയ് ഗാന്ധിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അന്നോളമുള്ള മനേക ഗാന്ധിയുടെ മോഡലിംഗ് സ്വപ്നങ്ങളും കരിയറുമെല്ലാം തന്നെ രായ്ക്കുരാമാനം റദ്ദു ചെയ്യപ്പെടുകയായിരുന്നു. അന്നോളം പല സ്ത്രീകളുടെയും പിന്നാലെ നടക്കുകയായിരുന്ന സഞ്ജയ് ഗാന്ധിക്ക് ഒടുവിൽ ഒരു യുവതിയോട്, മനേക ആനന്ദിനോട് ഉള്ളിൽ അനുരാഗം ഉദിച്ചിരിക്കുന്നു. അത് തികച്ചും അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു. തനിക്ക് തുടർച്ചയായി തലവേദനകൾ മാത്രം സമ്മാനിച്ചിരുന്ന മകൻ ഒടുവിൽ ഒരിടത്ത് സെറ്റിലാകുന്നതിൽ ഇന്ദിരാഗാന്ധിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് സംശയം ഉണ്ടായിരുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. അത് മനേക തന്നെയാണോ സഞ്ജയിന് ചേർന്ന കുട്ടി എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഇന്ദിരാഗാന്ധി വളരെ ദീർഘമായ ഗൗരവത്തോടെയുള്ള ഒരു സംഭാഷണം തന്നെ അന്ന് നടത്തുന്നുണ്ട്. 2 പോയിന്റുകളാണ് ഇന്ദിര ഊന്നി പറയുന്നത്. ഒന്ന്, സഞ്ജയിനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.
അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അവൻ്റെ കൂടെ ഒന്നിച്ച് ഒരു വീട്ടിൽ കഴിയുക എന്നതാണ്. നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എന്നായിരുന്നു ഇന്ദിരയുടെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം ഇവർ തമ്മിലുള്ള 10 വർഷത്തെ പ്രായ വ്യത്യാസമായിരുന്നു. മനേകയുടെ അന്നത്തെ ഉത്തരങ്ങൾ ഹ്രസ്വവും തികഞ്ഞ ആത്മവിശ്വാസം തുളുമ്പുന്നവയും ആയിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെയും മനേകയ്ക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, അവരും പ്രേമിച്ചു പോയി. ഇനി വേറെ വഴിയില്ല എന്ന് മനേക പറഞ്ഞു. അങ്ങനെ ഒടുവിൽ 1974 സെപ്റ്റംബർ 29 സഞ്ജയും മനേകയും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിന് താങ്ങാനാകുന്ന വിലയ്ക്ക് ഒരു കുഞ്ഞു കാർ, അതായിരുന്നു സഞ്ജയ് ഗാന്ധി കണ്ട സ്വപ്നം. ഡൽഹിയിൽ അർജൻ ദാസ് എന്നൊരാൾ നടത്തിയിരുന്ന ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു സഞ്ജയിന്റെ ആദ്യത്തെ പരീക്ഷണശാല. ഈ അർജൻ ദാസ് പിന്നീട് സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനാവുകയും ഡൽഹി മെട്രോപൊളിറ്റൻ കൗൺസിലിൽ അംഗമാവുകയും ചെയ്തു. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സഞ്ജയ് ഗാന്ധി 1971 ജൂൺ 4 മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പുതിയ കമ്പനി ആരംഭിക്കുന്നു. അതായിരുന്നു മാരുതി എന്ന വിഖ്യാത ഇന്ത്യൻ കാർ ബ്രാൻഡിന്റെ തുടക്കം. സഞ്ജയ് ഗാന്ധി തന്നെ ആയിരുന്നു ആ സ്ഥാപനത്തിന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ. കാര്യം സഞ്ജയ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിരുന്നുവെങ്കിലും 100 രൂപ മൂല്യമുള്ള ഒരേ ഒരു ഓഹരി മാത്രമാണ് അന്ന് സഞ്ജയിന് കമ്പനിയിൽ ഉണ്ടായിരുന്നത്. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമാകാൻ ഏറ്റവും കുറഞ്ഞത് 25 ഓഹരികളെങ്കിലും വേണം എന്നുള്ള നിയമം അന്ന് സഞ്ജയിന് വേണ്ടി മാറ്റി എഴുതുന്നു. ഓഹരികളൊന്നുമില്ലെങ്കിലും മാനേജിംഗ് ഡയറക്ടർ ആകാം എന്നായി. ഈ കമ്പനിയിലെ സ്വകാര്യ നിക്ഷേപകരെ കുറിച്ചും പിന്നീട് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതൊന്നും കൂടാതെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും ചട്ടവിരുദ്ധമായിട്ട് വൻ തുകകൾ കമ്പനി വായ്പയായിട്ട് നേടിയിരുന്നു. ഈ വിഷയത്തിൽ ഉയർന്നു വന്ന വൻ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് ഇല്ലാതെ ഇനി കമ്പനികൾക്ക് വായ്പകൾ അനുവദിക്കരുത് എന്ന മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിലേക്ക് റിസർവ് ബാങ്ക് എത്തുന്നത്. എന്നാൽ അതേസമയം കാർ നിർമ്മാണത്തിൽ കമ്പനിക്കോ സഞ്ജയ് ഗാന്ധിക്കോ പറയത്തക്ക മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല. സെന്റ് കൊളംബസിലെ സ്കൂൾ പഠനത്തിന് ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പരിശീലനം നേടുന്നതിനു വേണ്ടി സഞ്ജയ് ഗാന്ധി റോൾസ് റോയ്സ് കമ്പനിയിലേക്ക് ഒരു അപ്രന്റീസ്ഷിപ്പ് സംഘടിപ്പിച്ച് വിമാനം കയറി പോയിരുന്നുവെങ്കിലും 2 വർഷത്തിനുള്ളിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കാതെ അയാൾ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വന്നിരുന്നു. എന്നിട്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വർഷത്തിൽ 50,000 കാറുകൾ നിർമ്മിക്കാനുള്ള ഒരു കരാർ സഞ്ജയ് ഗാന്ധിയുടെ കമ്പനിക്ക് കൊടുക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പീപ്പിൾസ് കാർ നിർമ്മിക്കുക എന്നത് സഞ്ജയ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നുവെങ്കിലും ചില പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കാനല്ലാതെ ഗുണനിലവാരമുള്ള സുരക്ഷാ നിബന്ധനകൾ പാലിക്കുന്ന നല്ല പെർഫോമൻസ് ഉള്ള കാറുകൾ നിർമ്മിക്കാൻ സഞ്ജയുടെ കാലത്ത് ആ കമ്പനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പ്രധാന കാരണം ഈ മേഖലയിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നവരാരും തന്നെ ആ കമ്പനിയിൽ ഇല്ലായിരുന്നു എന്നതാണ്. പൂർണ്ണമായും തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനായിരുന്നു പദ്ധതിയെങ്കിലും അത് നടക്കില്ല എന്ന് സഞ്ജയിനും ഇതിനകം മനസ്സിലായിരുന്നു. പിന്നീട് ജർമ്മനിയിൽ നിന്നും എഞ്ചിനീയറും ഒക്കെ ഇറക്കി സഞ്ജയ് മുന്നോട്ട് പോയി എങ്കിലും അതൊന്നും വിചാരിച്ച ഫലം ഉണ്ടാക്കിയതേയില്ല. ആ ഇടയ്ക്കിറങ്ങിയ അമൃത് മെഹ്ത്ത സംവിധാനം ചെയ്ത കിസ്സ കുർസിക്ക എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് തന്നെ ഈ മാരുതി കാർ പദ്ധതിയെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. ചിത്രത്തിൽ ഒരു കഥാപാത്രം പറയുന്നത് ഇങ്ങനെയാണ്: സർ, ഈ ചെറുപ്പക്കാരന് കാർ നിർമ്മാണ കമ്പനിക്കുള്ള ലൈസൻസ് കൊടുക്കണം. ഇയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഒരുപാട് കാർ ഓടിച്ചിട്ടുള്ളതാണ് എന്ന്. അന്ന് ഈ ചിത്രത്തിന്റെ നെഗറ്റീവുകളും എല്ലാ പ്രിന്റുകളും മാസ്റ്റർ പ്രിന്റും അടക്കം എല്ലാ ശേഷിപ്പുകളും ചേർത്ത് ഗുഡ്ഗാവിലെ മാരുതി ഫാക്ടറിക്ക് ഉള്ളിൽ കൊണ്ടുവന്നാണ് സഞ്ജയ് ഗാന്ധിയുടെ അനുയായികൾ കത്തിച്ചു കളയുന്നത്. കാർ നിർമ്മാണത്തിന്റെ ABCD അറിയാത്ത സഞ്ജയ് ഗാന്ധിക്ക് ഇത്ര വലിയൊരു പ്രൊജക്ട് കൊടുത്തതിന്റെ പേരിൽ പാർലമെന്റിലും വലിയ മുറുമുറുപ്പുകൾ ഉണ്ടാവുന്നുണ്ട്. സഞ്ജയ് ഗാന്ധിക്ക് വഴിവിട്ട സഹായങ്ങൾ കൊടുത്താണ് കാർ കമ്പനി തുടങ്ങിയത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്ന PN ഹക്സർ സഞ്ജയ് ഗാന്ധിയെ പാർലമെന്റിൽ തള്ളിപ്പറയാനും അതുവഴി മുഖം രക്ഷിക്കാനും ഇന്ദിരയെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ടും ഇന്ദിരാഗാന്ധി മകനൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെയും പ്രതിരോധിക്കുന്നു. പിന്നീട് 71 ഇൻഡോ പാക് യുദ്ധമുയർത്തിയ ദേശീയതാ തരംഗത്തിൽ ഈ വിവാദങ്ങളൊക്കെയും ഒഴുകിപ്പോവുകയായിരുന്നു. ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ബൻസിലാൽ ഗുഡ്ഗാവിൽ 290 ഏക്കർ സ്ഥലമാണ് മാരുതിക്ക് വേണ്ടി സൗജന്യമായിട്ട് കൊടുത്തത്. അവിടെ ഫാക്ടറി കെട്ടിപ്പടുക്കാൻ വേണ്ടി സഞ്ജയ് ഗാന്ധിയെ അദ്ദേഹം ക്ഷണിച്ചു. സഞ്ജയ് ഗാന്ധി അധികം വൈകാതെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാകും എന്ന പ്രതീക്ഷയിൽ കമ്പനിക്ക് മൂലധനം കൊടുക്കാൻ ബിസിനസ് സ്ഥാപനങ്ങളും വ്യാപാരികളും ബാങ്കുകളുമൊക്കെ അന്ന് നിർബന്ധിതരാകുന്നുണ്ട്. വളരെ തുച്ഛമായ വിലയ്ക്കാണ് 300 ഏക്കറോളം വരുന്ന ഈ ഭൂമി അന്ന് കമ്പനിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടത്. അതുപോലെ ദരിദ്രരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ അന്ന് തങ്ങളുടെ ഭൂമികളിൽ നിന്ന് കുടിയിറക്കപ്പെട്ടു. ഇങ്ങനെ സഞ്ജയ് ഗാന്ധി കമ്പനിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം അന്ന് ദില്ലി വ്യോമസേന ആസ്ഥാനത്തോട് ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലോട്ടായിരുന്നു. എയർഫോഴ്സ് ബേസ് പോലെയുള്ള നിർണായക ഇൻസ്റ്റലേഷനുകളോട് ചേർന്നുകൊണ്ട് കൺസ്ട്രക്ഷൻ അനുവദിക്കില്ല എന്ന നിയമവും അന്ന് സഞ്ജയിന് മുന്നിൽ വഴിമാറുന്നു. അതുപോലെ ദേശീയപാതയോട് ചേർന്ന് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളും ഈ നിർമ്മാണത്തിൽ പാലിക്കപ്പെടുന്നില്ല. ഫാക്ടറിയോട് ചേർന്നുള്ള ഭാഗത്ത് സ്ഥാപിച്ച തെരുവുവിളക്കുകളുടെ ചെലവ് പോലും പ്രദേശവാസികളിൽ നിന്നും അയാൾ ഈടാക്കാൻ ശ്രമിച്ചു. സിമന്റും കമ്പിയും ഒക്കെ കിട്ടാൻ താമസമുണ്ടായിരുന്ന അക്കാലത്ത് ഇതിനായി അനുവദിച്ച് കിട്ടിയ സിമന്റും കമ്പിയും അവർ ഇരട്ടി വിലയ്ക്ക് കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റു.
സർക്കാർ നടപടികൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ധനികരിൽ നിന്നും അനധികൃതമായി പണം വാങ്ങി തുടങ്ങി. വേറെയും പല ആരോപണങ്ങളും ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പൊങ്ങി വന്നിരുന്നു. അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ ആദ്യത്തെ ടെസ്റ്റ് മോഡൽ 1972 ഗുഡ്ഗാവ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി. അതിനിടയ്ക്ക് ഫോക്സ് വാഗണുമായി ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യൻ ബീറ്റിൽ കാർ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും സഞ്ജയ് തുടങ്ങി വെക്കുന്നുണ്ട്. എന്നാൽ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ആ പദ്ധതിയും പാളിപ്പോകുന്നു. കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴേക്കും കാർ നിർമ്മാണത്തിനുള്ള സഞ്ജയിന്റെ കമ്പവും ഏതാണ്ട് അസ്തമിക്കുന്നു. ഈ ഘട്ടത്തിൽ അയാൾ കുറെ കൂടി ലഹരി കിട്ടുന്ന അധികാര രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറുന്നു. ഇതിനിടയ്ക്കാണ് 1975 രാഷ്ട്രം അടിയന്തരാവസ്ഥയുടെ പിടിയിലാകുന്നത്. അതോടെ മാരുതി പ്രൊജക്ട് അവതാളത്തിലാകുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുകയും ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലേറുകയും ചെയ്തതോടെ 1977 കമ്പനി അടച്ചുപൂട്ടുന്നു. മാരുതി എന്ന തന്റെ സ്വപ്നം പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ വിധി സഞ്ജയ് ഗാന്ധിയെ അനുവദിക്കുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായിട്ടുള്ള സുസുക്കിയുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു. അന്ന് അവരുടെ സാങ്കേതിക സഹായത്തോടെ മോഡൽ 796 എന്ന ജപ്പാനിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും പ്രസിദ്ധമായിട്ടുള്ള ഒരു ചെറു കാറിൻ്റെ ഡിസൈൻ സർക്കാരിന് സമർപ്പിച്ച് അതിന് അംഗീകാരം നേടുകയായിരുന്നു. അങ്ങനെ സഞ്ജയ് ഗാന്ധി എന്ന വ്യക്തിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ സാക്ഷാത്കരിക്കപ്പെട്ട ഒരു പുതിയ പ്രൊജക്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് പിന്നീട് ഇന്ത്യൻ കാർ വിപണിയുടെ തലവര തന്നെ തിരുത്തിക്കുറിച്ച മാരുതി 800 എന്ന കാർ. അടിയന്തരാവസ്ഥയാണ് സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ ഉല. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ അദ്ദേഹത്തെ നിർവചിച്ച അടയാളപ്പെടുത്തിയ ഒരു പരീക്ഷണ ഘട്ടവും അതുതന്നെയാണ്. പൗരാവകാശങ്ങൾ പാടെ റദ്ദു ചെയ്യപ്പെട്ട ആ ചെറിയ കാലയളവിൽ സഞ്ജയ് ഗാന്ധി കൈക്കൊണ്ട പല തീരുമാനങ്ങളും അദ്ദേഹത്തെയും ഒരു പരിധിവരെ കോൺഗ്രസ് പാർട്ടിയെയും ജനഹൃദയങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. സഞ്ജയ് ഗാന്ധിക്ക് ഒരു വില്ലൻ പരിവേഷം തന്നെ സമ്മാനിക്കുകയും ചെയ്തു. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന തന്റെ വിഖ്യാത പുസ്തകത്തിൽ രാമചന്ദ്ര ഗുഹ സഞ്ജയ് ഗാന്ധിയെ വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കുന്നത് എ മാൻ ഇൻ എ ഹറി ഇംപേഷ്യന്റ് വിത്ത് ദ ഡെമോക്രാറ്റിക് പ്രോസസ്സസ് എന്നാണ്. സഞ്ജയ് ഗാന്ധി ഒരു വെറുക്കപ്പെട്ടവനായിട്ട് മാറിയ അടിയന്തരാവസ്ഥ കാലത്തും കമൽനാഥ്, ജഗദീഷ് ടൈറ്റ്ലർ, സജ്ജൻ കുമാർ തുടങ്ങിയ നിരവധി എംപിമാർ അദ്ദേഹത്തിന് അനുഭാവികളായിട്ട് പാർലമെന്റിനകത്തും ഖുഷ്വന്ത് സിംഗിനെ പോലുള്ള ചില പത്രപ്രവർത്തകർ പാർലമെന്റിന് പുറത്തും സഞ്ജയ് ഗാന്ധിക്ക് പിന്തുണയുമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇന്ദിരയും സഞ്ജയും തമ്മിൽ നിലനിന്നിരുന്ന അടുപ്പത്തിന്റെ ഡൈനാമിക്സിനെ കുറിച്ചും അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി നടത്തിയ മറ്റു പല ഇടപെടലുകളെക്കുറിച്ചും വല്ലാത്തൊരു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ എപ്പിസോഡുകളിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കൂമി കപൂറിന്റെയും കുൽദീപ് നയ്യാറിന്റെയും ജനാർദ്ദൻ താക്കൂറിന്റെയും പുസ്തകങ്ങളെയും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ത്യയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവാകുന്നു. കൃത്യമായൊരു ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ തന്നെ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുക പോലും ചെയ്യാതെ രാജ്യത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തിയായിട്ട് സഞ്ജയ് ഗാന്ധി മാറുന്നു. മുഖ്യമന്ത്രിമാർ അന്ന് സഞ്ജയ് ഗാന്ധിയുടെ മുന്നിൽ മുട്ടിലിടയുന്നു. അന്നവർ സഞ്ജയ് ഗാന്ധിയുടെ ചെരുപ്പുകൾ കയ്യിലെടുത്ത് കൊണ്ടുകൊടുക്കുക വരെ ചെയ്യുന്നുണ്ട്. പത്രങ്ങളാകട്ടെ സഞ്ജയ് ഗാന്ധിയെ സ്തുതിച്ചുകൊണ്ട് ഭാവഗീതങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നു. സഞ്ജയ് ഗാന്ധിയുടെയും കൂട്ടരുടെയും കുടിലബുദ്ധിയിൽ ഉദിച്ച പലതും അന്ന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നയങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. അങ്ങനെ നടപ്പിൽ വരുത്തിയ ഒരു പദ്ധതിയായിരുന്നു വന്ധ്യംകരണത്തിലൂടെയുള്ള കുടുംബാസൂത്രണം. സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് മുന്നോട്ട് വെച്ച 5 പോയിന്റ് പ്ലാനിലെ അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അയാൾ ഓർക്കസ്ട്രേറ്റ് ചെയ്ത് നടപ്പിലാക്കിയ നസ്ബന്ദി യോജന അഥവാ നിർബന്ധിത വന്ധ്യംകരണം. അക്കാലത്ത് 2% ഇന്ത്യയുടെ ജനസംഖ്യാ വർധനവ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു തലമുറയ്ക്കുള്ളിൽ ജനസംഖ്യ ഇരട്ടിക്കുമെന്ന മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പിൽ നിന്ന് വന്നു തുടങ്ങി. പക്ഷേ ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സഞ്ജയ് ഗാന്ധി പരിചയപ്പെടുത്തിയ ഒരു ആശയമൊന്നും അല്ലായിരുന്നു. 50കൾ തൊട്ട് തന്നെ ഹം ദോ ഹമാരേ ദോ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടുവരുന്നതാണ്. സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഒരു ആശയത്തെ തികച്ചും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു. പൊതുജനഹിതത്തിന് എന്ന പേരിൽ തുടങ്ങിയ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് അക്രമത്തിന്റെ രൂപം കൈവരിക്കുന്നു. സുപ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള ഗ്യാൻ പ്രകാശ് തൻ്റെ എമർജൻസി ക്രോണിക്കിൾസ് ഇന്ദിരാഗാന്ധി ആൻഡ് ഡെമോക്രസീസ് ടേണിംഗ് പോയിന്റ് എന്ന പുസ്തകത്തിൽ സഞ്ജയ് ഗാന്ധിയുടെ ഈ സ്വപ്ന പദ്ധതിയെ വിളിക്കുന്നത് ബയോ പൊളിറ്റിക്കൽ വയലൻസ് എന്നാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പോലെ ആയിരുന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പ്. ഗ്രാസ് റൂട്ട് ലെവലിൽ ഉദ്യോഗസ്ഥർ അതിൻ്റെ പേരിൽ പലയിടത്തും വിശേഷിച്ച് ഗ്രാമങ്ങളിലും ന്യൂനപക്ഷങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിലും വ്യാപകമായിട്ടുള്ള ചൂഷണങ്ങൾ നടത്തി. ദളിതരും മുസ്ലിങ്ങളുമായിരുന്നു അന്നത്തെ ഈ ക്യാമ്പയിൻ്റെ പ്രധാന ഇരകൾ എന്നൊരു പരാമർശം നമുക്ക് അജയ് ബോസും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ജോൺ ദയാലും ചേർന്നെഴുതിയ ഫോർ റീസൺസ് ഓഫ് സ്റ്റേറ്റ് ഡൽഹി അണ്ടർ എമർജൻസി എന്ന പുസ്തകത്തിലുണ്ട്. വന്ധ്യീകരിക്കാൻ തയ്യാറാവുന്നവർക്ക് ആദ്യം ആനുകൂല്യങ്ങൾ നൽകി അവരെ ആകർഷിക്കാൻ ശ്രമിച്ചു. അതിന് വഴങ്ങാത്ത പാവപ്പെട്ടവർ പലരെയും നിർബന്ധിത വന്ധ്യീകരണത്തിന് അന്ന് വിധേയരാക്കുന്നു. ഇങ്ങനെ തട്ടിക്കൂട്ടിയ വന്ധ്യീകരണ ക്യാമ്പുകളിൽ തികച്ചും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിർബന്ധിതമായിട്ടുള്ള ഓപ്പറേഷനുകളുടെ പേരും പറഞ്ഞ് പോലീസ്
പാവങ്ങളുടെ ഗ്രാമങ്ങൾ കയറി അക്രമങ്ങൾ പലതും പ്രവർത്തിച്ചു. ഈ വന്ധ്യീകരണ സർജറികൾക്ക് വിധേയരായിട്ടുള്ള പലരും അതിന്റെ പേരിൽ പീഡനങ്ങൾക്ക് വിധേയമായി. പലപ്പോഴും ഈ പാവം മനുഷ്യരെ സ്ട്രെച്ചറുകളിൽ കെട്ടിയിട്ട് അനസ്തേഷ്യ പോലും കൊടുക്കാതെയായിരുന്നു ഈ ഓപ്പറേഷനുകൾ നടത്തിയിരുന്നത്. അതും പലരുടെയും സമ്മതം പോലും ചോദിക്കാതെ. ഓപ്പറേഷന് ശേഷം വിശ്രമിക്കാനൊരു മുറി പോലും വിട്ടുകൊടുക്കാതെ അവരെ പറഞ്ഞയക്കുമായിരുന്നു. മുസഫർ നഗർ എന്ന ഒരൊറ്റ പ്രദേശത്ത് മാത്രം അന്ന് സർജറിക്ക് ശേഷമുണ്ടായ ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 പേരാണ്. രാജ്യത്താകെയുള്ള മരണസംഖ്യ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു. ICMR നടത്തിയൊരു പഠനം പറയുന്നത് ഈ ക്യാമ്പയിൻ കാലത്ത് അണുബാധ കാരണം മരിച്ച പുരുഷന്മാരുടെ എണ്ണം 1700-ലധികമാണ് എന്നാണ്. അന്നിങ്ങനെ ഈ സർജറിക്ക് വിധേയരായിട്ടുള്ള പലരെയും പിന്നീട് ആജീവനാന്തം പല വിധത്തിലുള്ള അസുഖങ്ങൾ വേട്ടയാടി. ഇന്ത്യയിൽ ആകെ 1975 മുതൽ 77 വരെയുള്ള കാലയളവിൽ 1.1 കോടി സ്ത്രീ പുരുഷന്മാർ നിർബന്ധിതമായിട്ടുള്ള വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെട്ടു എന്നാണ് ഒരു ഏകദേശ കണക്ക്. ഈ വന്ധ്യീകരണ ക്യാമ്പയിൻ അടക്കമുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനുകൾക്ക് അന്ന് മേൽനോട്ടം വഹിച്ച, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച തുർക്ക്മാൻ ഗേറ്റ് ഇവിക്ഷൻ അടക്കമുള്ള അക്രമങ്ങളുടെ സൂത്രധാരയായിട്ട് നിന്ന റുക്സാന സുൽത്താന എന്ന സ്ത്രീയുമായിട്ട് അന്ന് സഞ്ജയ് ഗാന്ധിക്ക് ഉണ്ടായിരുന്ന രഹസ്യ ബന്ധവും ഇക്കാലത്ത് പത്രങ്ങളിൽ വാർത്തയായി. അടിയന്തരാവസ്ഥ കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോകാൻ സഞ്ജയ് ഗാന്ധി അമ്മ ഇന്ദിരയ്ക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പലപ്പോഴും പല വിഷയങ്ങളുടെയും പേരിൽ സഞ്ജയ് ഗാന്ധി അമ്മയോട് കയർക്കുമായിരുന്നു. അന്ന് അമ്മയെ മകൻ കരണത്തടിച്ചൊരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ദില്ലി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്ന പുലിറ്റ്സർ ജേതാവായിരുന്ന ലൂയിസ് സൈമൺസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദില്ലിയിലെ ഒരു ഡിന്നർ പാർട്ടിയിൽ വെച്ച് ക്ഷണിക്കപ്പെട്ട ചില അതിഥികൾ നോക്കി നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് എന്ന് ലൂയിസ് സൈമൺസ് പിന്നീട് സ്ക്രോളിന് കൊടുത്തൊരു അഭിമുഖത്തിൽ വിശദീകരിച്ചിരുന്നു. ഈ ഒരു സംഭവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഡേവിഡ് ഫ്രോസ്റ്റ് ഒരിക്കൽ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചപ്പോൾ എ ഫാന്റാസ്റ്റിക് നോൺസെൻസ് എന്നാണ് ഇന്ദിരാഗാന്ധി മറുപടി കൊടുത്തത്. എന്നെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല, സഞ്ജയും ആരെയും തല്ലിയിട്ടില്ല എന്നും അവരന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥയുടെ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സ്വന്തം മകനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 1977 ഇന്ദിരാഗാന്ധി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. ജോൺ ഗ്രിഗ് അടക്കമുള്ള പല വിദേശ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും തൻ്റെ സ്വേച്ഛാധിപത്യ ത്വരയെക്കുറിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങളാണ് ഇന്ത്യയെ വീണ്ടും ജനാധിപത്യത്തിന് വഴിയെ നടത്താൻ അന്ന് ഇന്ദിരയെ പ്രേരിപ്പിച്ചത്. ഇന്ദിര തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെടുത്ത ഏറ്റവും സുധീരമായ തീരുമാനമായിരുന്നു അത്. തന്നിലെ സഞ്ജയിൻ്റെ അമ്മയോ അതോ നെഹ്റുവിൻ്റെ മകളോ മികച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഇന്ദിര കൊടുത്ത ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച മനസാക്ഷിയുടെ മറുപടി. തുടർന്നു വന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും തോറ്റു തുന്നം പാടുന്നു. കേരളം പോലെ ചുരുക്കം ചിലയിടങ്ങളിൽ ഒഴികെ കോൺഗ്രസ് പാർട്ടിയും നിലം പരിശാകുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സഞ്ജയ് ഗാന്ധിക്ക് നേരെ വധശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 1977 മാർച്ചിൽ 5 തവണ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറിയ ജനതാ പാർട്ടി സർക്കാർ സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തുന്നു. അതിനുശേഷം അവർ സഞ്ജയ് ഗാന്ധിയെ ജയിലിൽ അടയ്ക്കുന്നു. അന്ന് സഞ്ജയ് ഗാന്ധിയെ ജയിലിലടയ്ക്കാൻ കാരണമായ കുറ്റങ്ങളിലൊന്ന് കിസ്സ കുർസിക്ക എന്ന സിനിമയുടെ പ്രിന്റുകൾ കത്തിച്ചു എന്നതും പെടും. എന്നാൽ അന്ന് ഇന്ദിരാ വിരോധം കൈമുതലാക്കി ഭരണം പിടിച്ചെടുത്ത ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്ന കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടുവെന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ മാസങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. 1980 വീണ്ടും തെരഞ്ഞെടുപ്പുണ്ടാവുന്നു. ഇന്ദിര വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ഭരണത്തിൽ തിരിച്ചു വരികയും ചെയ്യുന്നു. അമ്മയെ പൂർവാധികം ശക്തിയോടെ അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ക്രെഡിറ്റ് മുഴുവനും മകൻ സഞ്ജയ് ഗാന്ധിക്കുള്ളതാണ്. ദില്ലിയിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ അന്ന് നോക്കി നടത്തിയിരുന്നത് സഞ്ജയ് ഗാന്ധിയായിരുന്നു. കാര്യമായ പടലപ്പിണക്കങ്ങളൊന്നും കൂടാതെ തന്നെ യുവരക്തത്തിന് മുൻതൂക്കം നൽകി ലോക്സഭയിലേക്കുള്ള സീറ്റുകൾ വീതിച്ചു കൊടുത്തതും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചതുമൊക്കെ അദ്ദേഹം ഒറ്റയ്ക്കാണ്. സഞ്ജയ് ഗാന്ധി തന്നെയാണ് ഇനി AICC പ്രസിഡന്റ് ആവുക എന്നും 80കളുടെ തുടക്കത്തിൽ ഇന്ദിര പ്രഖ്യാപിച്ചിരുന്നു. ആദ്യ ശ്രമത്തിൽ തന്നെ സഞ്ജയ് ഗാന്ധി അന്ന് അമേഠിയിൽ നിന്നുള്ള MP ആയിരുന്നു. 1977 ഇതേ സീറ്റിൽ നിന്ന് ജനതാ പാർട്ടിയുടെ വീരേന്ദ്ര സിംഗിനോട് 65,000-ലധികം വോട്ടുകൾക്ക് തോറ്റു തുന്നം പാടിയ സഞ്ജയ് ഗാന്ധി 3 വർഷത്തിനുള്ളിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടതിന്റെ പാതിയിലധികം വോട്ടുകളും നേടി സിംഗിനോട് മധുര പ്രതികാരം ചെയ്യുകയുണ്ടായി. സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ദിരയുടേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. റിസ്ക് എടുക്കുക എന്നത് അദ്ദേഹത്തിന് ഏറെ പ്രിയമുള്ള ഒരു കാര്യമായിരുന്നു. സഫ്ദർജംഗ് റോഡിൽ തന്റെ മറ്റഡോറിൽ സഞ്ജയ് ഗാന്ധി ചീറിപ്പാഞ്ഞ് പോയിരുന്നപ്പോൾ എന്തൊരു സ്പീഡാണ് എന്ന് അവിടുത്തെ പിള്ളേർ മൂക്കിൽ വിരവെച്ച് നോക്കി നിന്നിരുന്നു. പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധി തന്റെ ബൈപ്ലെയിനുകളും മറ്റഡോർ ഓടിക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഓടിച്ചിരുന്നത്. റോഡിൽ മറ്റഡോർ കൊണ്ട് കാണിച്ചിരുന്ന എല്ലാ വിക്രിയകളും പറത്തിയിരുന്ന വിമാനം കൊണ്ട് ആകാശത്തും സഞ്ജയ് കാണിച്ചിരുന്നു. ഇതേപ്പറ്റി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. അത് ഇന്ദിരാഗാന്ധിയുടെ ആധ്യാത്മിക ഗുരു
ഗുരുവായിരുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന യോഗാഭ്യാസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ തന്നെ ഗുരുവിന് ആശ്രമം പോലെ ഒരു സംവിധാനം ഒരുക്കി കൊടുത്തിരുന്നു അന്ന് ദില്ലിയിൽ. ഈ സംഭവം നടക്കുന്നത് 1980 ജൂൺ 21-നാണ്. അതായത് സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെടുന്നതിന് വെറും 2 ദിവസം മാത്രം മുമ്പ്. അന്ന് ധീരേന്ദ്ര ബ്രഹ്മചാരി കശ്മീരിൽ നിന്ന് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ കയറി ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. അവിടെ വെച്ച് അദ്ദേഹം സഞ്ജയ് ഗാന്ധിയെ കണ്ടുമുട്ടുന്നു. തനിക്കൊപ്പം ഒരു വിമാനയാത്രയ്ക്ക് കയറാൻ സഞ്ജയ് ഗാന്ധി ബ്രഹ്മചാരിയെ നിർബന്ധിക്കുന്നു. സഞ്ജയ് ഗാന്ധിയുടെ കുടുംബത്തരത്തെക്കുറിച്ച് ആവശ്യത്തിലധികം കഥകൾ ഇന്ദിരാഗാന്ധിയിൽ നിന്ന് കേട്ടിട്ടുള്ള ബ്രഹ്മചാരി സഞ്ജയിന്റെ പിടിയിൽ നിന്ന് ഊരിപ്പോകുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിട്ടുള്ള RK ധവാനെ സഞ്ജയ് ഗാന്ധി നിർബന്ധിച്ച് സഫ്ദർജംഗിലുള്ള ദില്ലി ഫ്ലൈയിങ് ക്ലബിൽ നിന്ന് തൻ്റെ ഇഷ്ടവിമാനത്തിൽ കയറ്റി 2 മിനിറ്റ് ആകാശത്തൊരു സാഹസിക യാത്രയ്ക്ക് അന്ന് കൊണ്ടുപോകുന്നു. അന്ന് പ്രാണൻ ഉള്ളംകൈയിലെടുത്തു പിടിച്ചിരുന്ന ധവാന് വിമാനം തിരിച്ച് നിലം തൊട്ട ശേഷമാണ് ശ്വാസം നേരെ വീഴുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് ജൂൺ 22-ാം തീയതി ഞായറാഴ്ച ദിവസം ഇന്ദിരാഗാന്ധി വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ സഞ്ജയിൻ്റെ പ്രവൃത്തിയെപ്പറ്റി ധവാൻ പരാതിപ്പെടുന്നു. എന്നാൽ ധവാന്റെ പരിഭവം കേട്ടപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് വിശേഷിച്ചൊന്നും തന്നെ തോന്നുന്നില്ല. സഞ്ജയിൻ്റെ വിനോദത്തെക്കുറിച്ച് അവർക്ക് മുമ്പും പരാതികൾ കിട്ടിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇത്തവണ എന്തായാലും മകനെ കാണുമ്പോൾ, മോനെ സഞ്ജയ്, നാളെ നീ ഈ രാജ്യത്തെ നിയന്ത്രിക്കേണ്ടവനാണ്, വിമാനത്തിലെ ഇതുപോലുള്ള വിക്രിയകൾ അവസാനിപ്പിക്കാറായി നിനക്ക് എന്ന് ഒന്ന് ഉപദേശിക്കണമെന്ന് ഇന്ദിരാഗാന്ധി ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നും എന്ന പോലെ അന്നും ചെയ്യരുത് എന്ന് മുഖത്തു നോക്കി തറപ്പിച്ച് പറയാൻ ഇന്ദിരാഗാന്ധിക്ക് സാധിക്കുന്നില്ല. അതിനവർ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം, അതായത് 1980 ജൂൺ 23-ാം തീയതി തീൻമൂർത്തി ഭവനിൽ നിന്ന് രാവിലെ 7:15 ഒരു പച്ച മറ്റഡോർ പുറപ്പെടുന്നു. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ പതിവ് പോലെ സഞ്ജയ് ഗാന്ധി തന്നെ. സഫ്ദർജംഗ് എയർപോർട്ടിലുള്ള ഫ്ലൈയിങ് ക്ലബ്ബ് ലക്ഷ്യമിട്ടാണ് ആ പോക്ക്. നേരെ പോകണം, ഒരു വിമാനമെടുക്കണം, ടേക്ക് ഓഫ് ചെയ്യണം, ആകാശത്ത് നിന്ന് കുട്ടിക്കരണം മറിഞ്ഞ് കുറച്ചു നേരം കളിക്കണം. അത് സഞ്ജയ് ഗാന്ധിയെ ഏറെ ഹരം കൊള്ളിച്ചിരുന്ന ഒരു വിനോദമായിരുന്നു. അന്നത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടതായിരുന്നു. അന്ന് സഞ്ജയ് ആദ്യമായിട്ട് പുതിയൊരു 2 സീറ്റർ വിമാനം പറത്തി പരീക്ഷണം നടത്താൻ പോവുകയാണ്. പിറ്റ്സ് S2A ആയിരുന്നു ആ പുതിയ വിമാനം. പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ കൗതുകവും ഉത്സാഹവുമായിരുന്നു സഞ്ജയിന് ആ പ്രഭാതത്തിൽ. അവിടെ ഫ്ലൈയിങ് ക്ലബ്ബിൽ സഞ്ജയ് ഗാന്ധിയെ കാത്ത് ക്ലബിന്റെ ചീഫ് ഇൻസ്ട്രക്ടറായിരുന്ന സുഭാഷ് സക്സേന നിൽപ്പുണ്ടായിരുന്നു. പിറ്റ്സ് S2A 2 സീറ്ററിൽ കയറി ടേക്ക് ഓഫ് ചെയ്ത അവർ അശോക ഹോട്ടലിന് മുകളിലെ ആകാശത്തിൽ സാഹസികമായിട്ടുള്ള മെനൂവറുകൾ നടത്താൻ തുടങ്ങി. ഇൻസ്ട്രക്ടർ ക്യാപ്റ്റൻ സുഭാഷ് സക്സേന ആദ്യം സഞ്ജയിനൊപ്പം ആ വിമാനത്തിൽ കയറാൻ വിസമ്മതിച്ചിരുന്നു. ഈയൊരു വിമാനം പറത്തി വേണ്ടത്ര പരിചയം സഞ്ജയ് ഗാന്ധിക്ക് ഇല്ലാതിരുന്നതും ഇൻസ്ട്രക്ടറോ പൈലറ്റായിട്ടുള്ള ചേട്ടൻ രാജീവ് ഗാന്ധിയോ അടക്കമുള്ള ആരും പറയുന്നത് കേൾക്കാത്തതുമൊക്കെ ആയിരുന്നു ആ വിമുഖതയ്ക്ക് പിന്നിൽ. എന്നാൽ സഞ്ജയ് ഗാന്ധിയുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പറന്നു വരുന്ന ആകാശത്ത് വട്ടം ചുറ്റി അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടയിലാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായിട്ട് വിമാനം പൊടുന്നതിനെ നിലം പതിക്കുന്നതും. നിമിഷ നേരം കൊണ്ട് ആ വിമാനം കത്തിച്ചാമ്പലായി. 2 പേരും തത്സമയം തന്നെ കൊല്ലപ്പെട്ടു. 15 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ഫയർഫോഴ്സും ആംബുലൻസും ഒക്കെ വന്നെത്തിയെങ്കിലും രക്ഷാപ്രവർത്തനം അത്യന്തം ദുഷ്കരമായിരുന്നു. കാരണം അവശേഷിച്ചിരുന്ന വിമാനാവശിഷ്ടങ്ങൾ ഒരു മരത്തിൻ്റെ ശാഖയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. മരത്തിൻ്റെ കൊമ്പുകൾ പലതും വെട്ടിമാറ്റി ഏറെ പ്രയാസപ്പെട്ടിട്ടാണ് 2 മൃതദേഹങ്ങളും അന്ന് താഴേക്ക് എത്തിക്കുന്നത്. താഴേക്ക് എത്തിച്ച ശേഷം കത്തിക്കരിഞ്ഞ 2 മൃതദേഹങ്ങളും ഒരു ചുവന്ന ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് താഴെ ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. ഇന്ത്യയുടെ അയൺ ലേഡി എന്ന് അന്നറിയപ്പെട്ടിരുന്ന കർക്കശ സ്വഭാവിയായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏറെ നിസ്സഹായയായിട്ടുള്ള ഒരു അമ്മയുടെ രൂപത്തിൽ 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തിപ്പെട്ടു. RK ധവാനൊപ്പം ഒരു ബ്രീഫിങ്ങിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അപകടത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി അറിയുന്നത്. ഈ വിവരം അറിഞ്ഞ പാടെ തന്നെ അവർ ധവാനോടൊപ്പം കാറിൽ അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അപകട സ്ഥലത്ത് അപ്പോഴേക്കും 100 കണക്കിന് പേർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരുടെ കാർ അപകടം നടന്ന സ്ഥലത്തിന് കുറച്ച് അപ്പുറത്ത് നിർത്തേണ്ടി വന്നു. വിതുമ്പിക്കൊണ്ട് ഇന്ദിരാഗാന്ധി കാറിൽ നിന്നിറങ്ങി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് അരികിലേക്ക് ഓടിച്ചെല്ലുന്നു. ഏതാനും ചുവടുകൾ വെച്ച ശേഷം അവർ തന്റെ വേഗം കുറയ്ക്കുന്നു. അവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് എന്നും അവർ നോക്കുന്നത് ഇന്ദിര എന്ന അമ്മയ്ക്ക് നേരെ മാത്രമല്ല എന്നും അവരുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് നേരെ കൂടിയാണ് എന്നുമുള്ള ബോധ്യം അവർക്ക് കൂടുതൽ സമചിത്തത നൽകുന്നു. എന്തും ഉള്ളിലേക്കെടുക്കാനുള്ള മനക്കരുത്ത് ആർജിക്കാൻ വേണ്ടി ശ്വാസം ഒന്ന് ആഞ്ഞുള്ളിലേക്ക് എടുത്തുകൊണ്ട് അവർ പതുക്കെ ആംബുലൻസിന്റെ അടുത്തേക്ക് നടക്കുന്നു. സഞ്ജയിനെ കിടത്തിയിരുന്ന ആംബുലൻസിലേക്ക് ഇന്ദിരയെ അവിടെയുള്ളവർ നയിക്കുന്നു. സഞ്ജയ് ഗാന്ധിയുടെ മൃതദേഹം മൂടിയിരുന്ന ചുവന്ന പുതപ്പ് മാറ്റി അവർ ഇന്ദിരയെ കാണിക്കുന്നു. മകന്റെ ചേതനയേറ്റ മുഖം കണ്ടതും അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന ദുഃഖം അണപൊട്ടി ഒഴുകുന്നു. ആ ജഡം കെട്ടിപ്പിടിച്ച് അന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ദിരാഗാന്ധി ഏങ്ങലടിച്ചു കരയുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഉരുക്കു വനിതയെ ജനങ്ങൾ ഇത്രയ്ക്ക് വികാരവിവശയായിട്ട് കണ്ട ഒരേ ഒരു സന്ദർഭവും ഇതുതന്നെയായിരിക്കും. സഞ്ജയിന്റെ മരണം ഇന്ദിരയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചു കളഞ്ഞു. എന്റെ വലം കൈ അറ്റുപോയി എന്നാണ് അന്നവർ തന്റെ കുടുംബ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കൃഷ്ണപ്രസാദ് മാഥൂറിനോട് വിലപിക്കുന്നത്.
സഞ്ജയ് ഗാന്ധിക്ക് ശേഷം ആര് എന്നതായിരുന്നു ചടങ്ങുകൾക്ക് ശേഷം ഉയർന്ന ആദ്യത്തെ ചോദ്യം. കാരണം ഇന്ദിര സഞ്ജയ് കൂട്ടുകെട്ട് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ അന്താരാഷ്ട്ര പ്രതിരോധ വിഷയങ്ങൾ ഇന്ദിരയും ആഭ്യന്തര പാർട്ടി കാര്യങ്ങൾ സഞ്ജയും എന്നതായിരുന്നു അവർക്കിടയിലെ ധാരണ. സഞ്ജയ് ഗാന്ധിയുടെ അപ്രതീക്ഷിത മരണം ഒരു രാഷ്ട്രീയ പിൻഗാമിക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയ്ക്ക് വരെ കാരണമായി. അന്ന് പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേക ഗാന്ധിയുടെയും മൂത്ത സഹോദരൻ രാജീവിൻ്റെതുമായിരുന്നു. എന്നാൽ രാജീവ് ഗാന്ധിക്ക് അന്ന് രാഷ്ട്രീയത്തിലിറങ്ങാൻ ഒരു താല്പര്യവുമില്ലായിരുന്നു. മാത്രമല്ല, ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല എന്ന് വാക്കുകൊടുത്താണ് രാജീവ് ഗാന്ധി സോണിയയെ വിവാഹം കഴിച്ചതും. ആ പറഞ്ഞ വാക്കും പാലിച്ച് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായി ഉദ്യോഗവും ചെയ്ത് സന്തുഷ്ട ജീവിതം നയിക്കുകയായിരുന്നു രാജീവ് അന്ന്. എന്നാൽ സഞ്ജയിന് പകരം ചുമതലകൾ ഏറ്റെടുക്കുന്നത് രാജീവ് തന്നെ ആകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയാണ്. അമ്മയുടെ നിസ്സഹായത കലർന്ന അഭ്യർത്ഥനയ്ക്ക് മുന്നിൽ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിന് അന്ന് പിടിച്ചു നിൽക്കാനായില്ല. രാജീവ് അന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. ശേഷം നടന്നത് ചരിത്രത്തിന്റെ ഭാഗം. സഞ്ജയ് ഗാന്ധി ജനതാ കാർ നിർമ്മിക്കാൻ വേണ്ടി രൂപം കൊടുത്ത കമ്പനിയുടെ പേര് മാരുതി എന്നായിരുന്നു. മാരുതി എന്ന വാക്കിന്റെ അർത്ഥം മാരുതപുത്രനായിട്ടുള്ള സാക്ഷാൽ ഹനുമാൻ എന്നാണ്. ലങ്കാദഹനത്തിനും മരുത്വമല കൊണ്ടുവരാനുമൊക്കെയായി അതിസാഹസികമായിട്ടുള്ള നിരവധി വ്യോമയാനങ്ങൾ മാരുതി നടത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു വ്യോമാഭ്യാസത്തിനിടയിലായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ മരണവും എന്നത് വല്ലാത്തൊരു യാദൃച്ഛികത തന്നെയാണ്. 45 വർഷം മുമ്പ് നടന്ന ഏറെ ദുരൂഹമായ ആ വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി അന്ന് കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ഭാഗധേയം ഒരുപക്ഷെ ഇന്ന് മറ്റൊരു വിധത്തിലായിരുന്നേനെ. ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കിടമില്ലാത്ത വിധത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം പോലും മാറിപ്പോയിരുന്നേനെ. മറ്റു വല്ലാത്ത കഥയുമായി ഇനി വരാം.